ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയ പ്രഭാതം നൽകി അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറയാം. പാരിൻ്റെ നാഥ, എന്നിൽ വന്നു വാഴണമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്കൊരുമിച്ച് കുരിശു വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പാപത്താലെൻ മനം നീറിടുമ്പോ പാപമോചക നീ വരണേ. പാപത്താലെൻ മനം നീറിടുമ്പോ പാപമോചക നീ വരണേ. പാരിൻ്റെ നാഥാ നീ മാറ്റേണമേ, അടിയനെ നിന്റേതായി മാറ്റേണമേ. പാരിൻ്റെ നാഥാ നീ മാറ്റേണമേ, അടിയനെ നിന്റേതായി മാറ്റേണമേ. യേശുവേ, എന്നിൽ നീ വാഴേണമേ. യേശുവേ, എന്റേതായി മാറേണമേ. 51 സങ്കീർത്തനം 10-11 വാക്യങ്ങൾ. Psalm 51 verses 10 and 11. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ദാവീദ് രാജാവിൻ്റെ പ്രാർത്ഥനയാണ്. പാപം ചെയ്ത് വീണുപോയവൻ കർത്താവ് അധിക സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഉയർത്തി നിർത്തിയവൻ. ഒരു സാധാരണ ഇടയ ചെറുക്കനെ ഇസ്രായേലിൻ്റെ സിംഹാസനത്തോളം കർത്താവ് ഉയർത്തി. ആട്ടിടയൻ്റെ വടി പിടിച്ച കയ്യിൽ കർത്താവ് ചെങ്കോല് കൊടുത്തു, കിരീടമണിയിച്ചു. കർത്താവ് ഉയർത്തിയവൻ പാപത്തിൻ്റെ വഴിയെ വീണുപോയപ്പോൾ കർത്താവിൻ്റെ ശിക്ഷ തൻ്റെ മേൽ പതിക്കും. പാപത്തിൻ്റെ അനന്തരഫലമായ ഒരു ശിക്ഷ തന്നെ തേടി വരുന്നു എന്നറിഞ്ഞപ്പോൾ ദാവീദിൻ്റെ നിലവിളിയാണ് 51 സങ്കീർത്തനം. പാപം ചെയ്തു വീണുപോയവൻ്റെ നിലവിളി. നമ്മളും സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാകാം. കർത്താവ് ഉയർത്തിയതാണ് നമ്മളെയൊക്കെ, പക്ഷെ പിന്നീട് എപ്പോഴോ ഉയർത്തിയവനെ മറന്നുപോയി. ആ മറവിയല്ലേ നമ്മുടെ പാപം. തന്നവനെ മറന്നുപോയി. ആ നന്ദികേടല്ലേ നമ്മുടെ പാപം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ചെയ്തു പോയ പാപങ്ങൾ വേട്ടപ്പട്ടിയെ പോലെ ഞങ്ങളുടെ പിറകെ വരുമ്പോൾ, പാപത്തിൻ്റെ ഓർമ്മകൾ ഞങ്ങളുടെ ഉറക്കം കെടുത്തുമ്പോൾ, അകൃത്യങ്ങളുടെ ഭാരങ്ങൾ ഞങ്ങളെ തളർത്തുമ്പോൾ, ദാവീദ് രാജാവിനോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. സഭ മുഴുവനും പ്രാർത്ഥിക്കുന്നുള്ള കൂട്ടായ്മ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മ ഓരോ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ അല്പം നേരം ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകളെ സമർപ്പിച്ച്, പാപത്തിൻ്റെ മുറിവേറ്റ് വലയുന്നവർ, കർത്താവിന് പോലും വേണ്ട എന്ന തോന്നല് എന്നോ ജീവിതത്തിൽ അനുഭവിച്ചവർ, കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് അവർ തിരിയട്ടെ. ദൈവമേ, നിർമ്മലമായ ഹൃദയം ഞങ്ങളിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം ഞങ്ങളിൽ നിക്ഷേപിക്കണമേ. ഒരു പുതു ചൈതന്യം ഞങ്ങൾക്ക് ലഭിക്കട്ടെ. ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നാഥനായി വാഴണമേ. കർത്താവെ, നിന്നോടൊപ്പം ആയിരുന്നപ്പോൾ ലഭിച്ച ആനന്ദത്തിലേക്ക് ഞങ്ങൾ തിരികെ പോകട്ടെ. ചെയ്തു പോയ പാപങ്ങൾ എളിമയോടെ തിരുമുമ്പാകെ ഏറ്റുപറഞ്ഞ്, പ്രത്യേകിച്ച് പരിശുദ്ധ കുമ്പസാരത്തിൽ കൂദാശയുടെ കൃപ സ്വീകരിച്ച് ഞങ്ങളും പ്രാർത്ഥിക്കട്ടെ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ. ഞങ്ങളുടെ മേൽ വന്ന് ഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ സങ്കടം അതാണ് ഈശോയെ, നിന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോവുക എന്നത്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ.
അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റരുതേ. ഞങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ, മാമോദീസായിൽ തൈലാഭിഷേകത്തിൽ സ്ഥിരപ്പെട്ട പരിശുദ്ധാത്മാവിനെ, കർത്താവെ, ഞങ്ങളിൽ നീ മുമ്പേ നിക്ഷേപിച്ച നിന്റെ ചൈതന്യത്തെ നീ പിൻവലിക്കരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്ന് എടുത്തു കളയരുതേ. ഓ ജീസസ്, പ്ലീസ് ഡോണ്ട് സ്റ്റെപ്പ് ബാക്ക് ഫ്രം അവർ ലൈഫ്സ്. ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് നീ പിന്മാറിപ്പോകരുതേ. ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.